ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 5 സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവിയൽ ഇന്ത്യ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് സസസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഒരു 4 ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് തുടങ്ങുന്നത്. അവസാനത്തെ 3 ക്വസ്റ്റ്യനാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ലെറ്റസ് സസസ് 5ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കാം. വാട്ട് വെയർ ദി സ്റ്റെപ്പ് അതല്ല വരുന്നത്. വാട്ട് വെയർ ദി 2 മേജർ ട്രേഡ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ വിച്ച് വെയർ ദി ഏരിയാസ് ഓഫ് ട്രേഡ് ദേ എൻഗേജ്ഡ്? എന്തോ അതിൻ്റെ അർത്ഥം വരുന്നത്? ഇന്ത്യയിലെ 2 പ്രധാന വ്യാപാര ഗ്രൂപ്പുകൾ, അതായത് ട്രേഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അവർ ഏർപ്പെട്ടിരുന്ന ട്രേഡ് ഏരിയാസ് അഥവാ വ്യാപാര മേഖലകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത് ഞാൻ നിങ്ങളുടെ ടെസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന, അതേപോലെ തന്നെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ടെസ്റ്റിലെ അതേ ആൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ട്രേഡ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ എന്തോ മലയാളത്തിൽ പറയുന്നത്? വ്യാപാര ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നെന്നല്ലേ, ഇന്ത്യയിലെ പ്രധാന വ്യാപാര ഗ്രൂപ്പുകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ട്രേഡ് ഗ്രൂപ്പ്സ് അതേതൊക്കെയാണ്? ട്രേഡ് ഗ്രൂപ്പ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാർവാദീസ്, അതെവിടെയാണ്? ഗുജറാത്തിലാണ്. പിന്നെ എവിടെയാണ്? ഗുജറാത്തീസ് ആൻഡ് മുൾത്താൻ, അതെവിടെ? ഖുറസോണീസ്. അപ്പോൾ ഏതൊക്കെയാണ് ട്രേഡ് ഗ്രൂപ്പ്സ്? ഏതൊക്കെയാണ്? മാർവാഡീസ്, ഗുജറാത്തീസ്. ഒന്നാമത്തേത്. 2ആയിട്ട് തിരിച്ച് 2ാമത്തെ ഏതാണ്? മുൾത്താൻസ്, പിന്നെ എന്താണ്? ഖുറസോണീസ്. ഇങ്ങനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മാർവാഡീസ് ആൻഡ് ഗുജറാത്തീസിൽ ഏതാണ് പെടുന്നത്? തീരദേശ വ്യാപാരമാണ് പെടുന്നത്. അതായത് കോസ്റ്റ് ലൈൻ ട്രേഡ് ആണ് ഇവിടെ വരുന്നത്. കോസ്റ്റ് ലൈൻ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? തീരദേശ വ്യാപാരമാണ് അവരിൽ വരുന്നത്. എന്നാൽ മുൾത്താൻസ് ആൻഡ് ഖുസറോണീസ് അവിടെ എന്താണ് വരുന്നത്? ഇൻലാൻഡ് ട്രേഡ് ആണ് വരുന്നത്. അതായത് ഉൾനാടൻ വ്യാപാരം, അതായത് ഉൾനാടൻ ട്രേഡ്, ഇൻലാൻഡ് ട്രേഡാണ് എവിടെ വരുന്നത്? മുൾത്താൻസ് ആൻഡ് ഖുസറോണീസിൽ വരുന്നത്. അപ്പം ട്രേഡ് ഗ്രൂപ്പ്സ് എങ്ങനെയാണ്? 2ആയിട്ട് വരുന്നു. ഏതൊക്കെയാണ്? മാർവാഡീസ്, ഗുജറാത്തീസ്. അപ്പുറത്തത് മുൾത്താൻസ് ആൻഡ് ഖുസറോണീസ്. അതിൽ മാർവാഡീസ് ആൻഡ് ഗുജറാത്തീസിൽ ഏത് വ്യാപാരമാണ് അവിടെ വരുന്നത്? തീരദേശ വ്യാപാരം അഥവാ കോസ്റ്റ് ലൈൻ ട്രേഡാണ് അവരിൽ വരുന്നത്. ആൻഡ് മുൾത്താൻസ് ആൻഡ് ഖുസറോണീസിൽ ഏതാണ് വരുന്നത്? ഇൻലാൻഡ് ട്രേഡ് അഥവാ ഉൾനാടൻ വ്യാപാരമാണ് അവിടെ വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഇവർ ഏർപ്പെട്ടിരുന്ന വ്യാപാര മേഖലകൾ ഏതൊക്കെയായിരുന്നു? ട്രേഡ് ഏരിയാസ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ദ മേജർ എക്സ്പോർട്ട് ഐറ്റം വെയർ കോട്ടൺ ഫാബ്രിക്സ്, ഇൻഡിഗോ, സോൾട്ട് ആൻഡ് ഷുഗർ. എന്ന് വെച്ചാൽ കോട്ടൺ തുണിത്തരങ്ങൾ, കോട്ടൺ ഫാബ്രിക്സ് എന്ന് വെച്ചാൽ കോട്ടൺ തുണിത്തരങ്ങൾ, ഇൻഡിഗോ, സോൾട്ട് ഉപ്പ്, ഷുഗർ പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാന എക്സ്പോർട്ട് ഐറ്റം. എക്സ്പോർട്ട് ഐറ്റം എന്ന് വെച്ചാൽ എന്തുവാ? കയറ്റുമതി ചെയ്യപ്പെടുന്ന ഐറ്റം. നിങ്ങൾ ഏതൊക്കെയായിരുന്നു ഇതിനകത്ത്? കോട്ടൺ ഫാബ്രിക്സ്, ഇൻഡിഗോ, സോൾട്ട് ആൻഡ് ഷുഗർ എന്നിവയായിരുന്നു എന്ത്? മേജർ എക്സ്പോർട്ട് ഐറ്റംസ്. ദ മേജർ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ കോട്ടൺ ഫാബ്രിക്സ്, ഇൻഡിഗോ, സോൾട്ട് ആൻഡ് ഷുഗർ. അടുത്ത പോയിന്റ് നോക്കിയേ. ദ ഇമ്പോർട്ടഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് മെറ്റൽസ്, ലെതർ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഹോൾസ്. ഏതൊക്കെയാണ്? ഇറക്കുമതി ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? ഇനങ്ങളിൽ ഏതൊക്കെയായിരുന്നു? ലോഹങ്ങൾ, മെറ്റൽ എന്ന് വെച്ചാൽ ലോഹങ്ങൾ, തുകൽ, ലെതർ എന്ന് വെച്ചാൽ തുകൽ, പിന്നെ വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഹോഴ്സ്, കുതിര എന്നിവയായിരുന്നു എന്ത്? ഇറക്കുമതി ഐറ്റം അഥവാ ഇമ്പോർട്ടഡ് ഐറ്റംസ് എന്ന് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും എഴുതാം. ട്രേഡ് ഗ്രൂപ്പ്സ് എന്ന് എഴുതിയിട്ട് ഇതേപോലെ ഈ ഇതിൽ കാണിക്കുന്നില്ലേ ട്രേഡ് ഗ്രൂപ്പ്സ്, ഈ കോളത്തിൽ ഈ ബോക്സിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ എഴുതുക. എന്നിട്ട് താഴെയായിട്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ, അതായത് അവർ ഏതൊക്കെ വ്യാപാര മേഖലകളിൽ ട്രേഡ് ഏരിയാസിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വരുമല്ലോ, അതിന് നിങ്ങൾക്ക് ഇങ്ങനെ
ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് വായിച്ചിട്ട് എക്സ്പോർട്ട് ഐറ്റം എന്ന് എഴുതുക. എക്സ്പോർട്ട് ഐറ്റം എന്ന് എഴുതിയിട്ട് ഒരു ഹെഡിങ് പോലെ എഴുതിയിട്ട് അടിവര ഇടുക. എന്നിട്ട് താഴെ എന്തൊക്കെ എഴുതണം, കോട്ടൺ, ഫാബ്രിക്സ്, ഇൻഡിഗോ, സോൾട്ട്, ഷുഗർ എന്നെഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇമ്പോർട്ടഡ് ഐറ്റംസ് എന്നെഴുതുക. എന്നിട്ട് അതിന് ഒരു ഹെഡിങ് പോലെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു വരയിടുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്തൊക്കെ എഴുതണം, മെറ്റൽ, ലെതർ, വെൽവെറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഹോഴ്സ്, ഇത്രയും എഴുതുക. ഇങ്ങനെ എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെ ആവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലൈഫ് ഓഫ് പെസൻസ് ഇൻ മിഡീവിയൽ ഇന്ത്യ. എന്താണ് അതിൻ്റെ അർത്ഥം, എന്താ വരുന്നത്? നോട്ട് എഴുതാനായിട്ടാണ് പറയുന്നത്. അതായത് മിഡീവിയൽ ഇന്ത്യയിലെ പെസൻസ്, എന്താണ് പെസൻസ് ആരാണ്? കർഷകരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നോട്ട്, ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. ഏത് സമയത്തെ? മിഡീവിയൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യയിലെ കർഷകരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പെസൻസ് കണ്ടോ? അതിൽ ഇവിടുന്ന് ഇതും പുസ്തകത്തിൻ്റെ അതേപോലെ ഞാൻ ആ മെയിൻ ഭാഗം മാത്രം എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോട്ടിന് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. നോക്കാം. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വെയർ ഫാർമേഴ്സ്. ഈ മിഡീവിയൽ ഇന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ എന്താണ്, ആരായിരുന്നു കൂടുതലും ആൾക്കാരായിരുന്നു? കർഷകരായിരുന്നു. വെൻ ലാൻഡ് ലോർഡ്സ് lived luxuriously, the common mass had to struggle with pathetic life. എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? ലാൻഡ് ലോർഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഭൂവുടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ദുരിതപൂർണമായിരുന്നു. They were burned by excessive tax. അവരെന്താണ്? നികുതി ഭാരം, ടാക്സ് ഇല്ലേ, നികുതി ഭാരം അവരുടെ ചുമലിലായിരുന്നു. മെജോറിറ്റി ഓഫ് ദി ഫാമേഴ്സ് കുഡ് നോട്ട് ഓൺ ലാൻഡ്, ഓക്സൻ ആൻഡ് പ്ലഗ്. എന്താണ് പറയുന്നത്? സ്വന്തമായിട്ട് ഭൂമിയോ കാളയോ കലപ്പയോ ഇല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം ആരും? പെസൻസ് അഥവാ കർഷകർ. അക്കോർഡിംഗ് ടു ദി ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഓഫ് ദി മുഗൾ പീരീഡ് there were two types of persons. അതായത് എന്താണ് പറയുന്നത്? ടു ടൈപ്സ് ഓഫ് പേഴ്സൺസ് ഏതൊക്കെയാണെന്നും കൂടെ പറയാം. കുത് കഷ്ട ആൻഡ് പാഹി കഷ്ട. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? എന്താണ്? മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരണമനുസരിച്ച് കുത് കഷ്ട, പാഹി കഷ്ട എന്നിങ്ങനെ 2 വിഭാഗം കർഷകരുണ്ടായിരുന്നു. എന്താണ്? മുഗൾ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ സോഴ്സിന് അനുസരിച്ചാണ് കേട്ടോ. എങ്ങനെയൊക്കെ കർഷകർ ഏതൊക്കെ ടൈപ്പിലുണ്ടായിരുന്നു? കുത് കഷ്ട ആൻഡ് പാഹി കഷ്ട. അപ്പോൾ ഒന്നോടെ ഞാൻ പറയാം. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ വെയർ ഫാമേഴ്സ്. വെൻ ലാൻഡ് ലോർഡ്സ് lived luxuriously, the common mass had to struggle with a pathetic life. They were burned to excessive tax. Majority of the farmers could not own land, oxen and plug. According to the historical sources of the Mughal period, there were 2 types of person, കുത് കഷ്ട ആൻഡ് പാഹി കഷ്ട. അതിൻ്റെ അർത്ഥം എന്താ പറയുന്നത്? ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകർ ആയിരുന്നു. ഭൂവുടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? ദുരിതപൂർണമായിരുന്നു. പിന്നെ എന്തും കൂടെയുണ്ട്? നികുതി ഭാരം അവരുടെ ചുമലിലായിരുന്നു. പിന്നെ സ്വന്തമായി ഭൂമിയോ കാളയോ കാലപ്പയോ ഇല്ലാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷം കർഷകരും. പിന്നെ മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരണമനുസരിച്ച് കുത് കഷ്ട, പാഹി കഷ്ട എന്നിങ്ങനെ 2 വിഭാഗം പെസൻസ് അഥവാ കർഷകർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് പെസൻസിനെ കുറിച്ച് പറയാം. പെസൻസ് എന്നുവെച്ചാൽ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് നമ്മളിപ്പം പറഞ്ഞു. ഏതൊക്കെയാണ്? കുത് കഷ്ട ആൻഡ് പാഹി കഷ്ട. അതിൽ കുത് കഷ്ടയുടെ താഴെ നോക്കിയേ, ഓൺഡ് ഫാം ലാൻഡ്. പിന്നെ എന്നാണ് എഴുതിയിരിക്കുന്നത്?
farmed with the help of family members. Laborers were engaged if needed. അപ്പോൾ നമുക്ക് ഖുദ് കഷ്ടയെക്കുറിച്ച് പറയാം. അത് ഓൺഡ് ഫാം ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി. പിന്നെന്താണ്? ഫാംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കൃഷി ആവശ്യമെങ്കിൽ എന്ത് ചെയ്തു? ലേബേഴ്സ് വെയർ എൻഗേജ്ഡ് ഇഫ് നീഡഡ്. എന്താണ്? കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കൃഷി ആവശ്യമെങ്കിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി. അത് ഏതിലാണ് വരുന്നത്? ഖുദ് കഷ്ടയിലാണ് വരുന്നത്. എന്നാൽ പാഹി കഷ്ടയിൽ എന്താണ് വരുന്നത്? കൾട്ടിവേറ്റഡ് ഇൻ ദി ഫാം ലാൻഡ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ കൃഷിയാണ് അവർ ചെയ്തിരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു അവർ കൃഷി ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കൃഷി കൾട്ടിവേറ്റഡ് ഇൻ ദി ഫാം ലാൻഡ് ഓഫ് അതേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അത് തന്നെ. വാട്ട് വാസ് ദി സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇൻ മിഡീവിയൽ ഇന്ത്യ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മിഡീവിയൽ ഇന്ത്യയിലെ, മധ്യകാല ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നില എന്തായിരുന്നു? ഏത് ഇന്ത്യയിലെയാണ്? മിഡീവിയൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നില എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. The socio-economic status of women in medieval India was not satisfactory. എന്ന് വെച്ചാൽ എന്താണ്? മധ്യകാല ഇന്ത്യയിലെ, മിഡീവിയൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹിക നില എന്തായിരുന്നു? തൃപ്തികരമായിരുന്നില്ല. The practice of sati and child marriage were existed in India. There were restrictions for remarriage. അതായത് സതിയും പിന്നെന്താണ്? ശൈശവ വിവാഹവും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതുമാത്രമല്ല, പുനർവിവാഹത്തിന് എന്തുണ്ടായിരുന്നു? നിയന്ത്രണമുണ്ടായിരുന്നു. There were restrictions for remarriage. Since girls were married at a very tender age, they did not get the opportunity for education. ചെറുപ്രായത്തിലെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ചെറുപ്പത്തിൽ തന്നെ അവർ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിക്കും. അത് കാരണം അവർക്ക് എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവസരവും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. The role of women in agriculture and non-agricultural sectors was significant. കാർഷിക ഇതര മേഖലകളിൽ, അതായത് റോൾ ഓഫ് വുമൺ ഇൻ അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ സ്ത്രീകളുടെ പങ്ക് എന്താണ്? വലുതാണ്. They involved themselves in all the stages of farming from sowing to harvesting. എന്താണ് പറയുന്നത്? അതായത് അതായത് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് വലുതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, കൃഷിയുടെ വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർ സ്വയം പങ്കാളികളായി എന്നാണ് പറയുന്നത്. They were engaged in weaving, pottery and embroidery too. അവർ നെയ്ത്ത്, മൺപാത്രങ്ങൾ, എംബ്രോയിഡറി എന്നിവയിലും ഏർപ്പെട്ടിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇത് ഏതാണ്? മിഡീവിയൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക നിലയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നോടെ പറയാം. ആദ്യം തൊട്ട് ഒന്നോടെ എടുക്കട്ടെ. The socio-economic status of women in medieval India was not satisfactory. The practice of sati and child marriage were existed in India. There were restrictions for remarriage since girls were married at a very tender age. They did not get the opportunity for education. The role of women in agriculture and non-agriculture sectors was significant. They involved themselves in all the stages of farming from sowing and harvesting. They were engaged in weaving, pottery and embroidery too. എന്ന് വെച്ചാൽ ഒന്നോട് അർത്ഥം പറയണോ? അതായത് മിഡീവിയൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമ്പത്തിക സാമൂഹ്യ നില തൃപ്തികരമായിരുന്നില്ല. സതിയും ശൈശവ വിവാഹവും എന്ന് വെച്ചാൽ ചൈൽഡ് മാരേജും ഇന്ത്യയിൽ നിലനിന്നിരുന്നു. പുനർവിവാഹത്തിന്, അതായത് റീമാരേജിനും നിയന്ത്രണം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ വളരെ ചെറുപ്രായത്തിലെ തന്നെ വിവാഹിതരായതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല.
കാർഷിക വിദ്യാഭ്യാസത്തിനും കാർഷികേതര മേഖലകൾ, അതായത് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ മേഖലകളിൽ സ്ത്രീകളുടെ പങ്ക് വലുതായിരുന്നു. കൃഷിയുടെ വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അവർ എന്ത് ചെയ്തു? സ്വയം പങ്കാളികളായി. അവർക്ക് നെയ്ത്ത്, മൺപാത്രം, അതായത് വേവിങ്, പിന്നെ പോട്രി, മൺപാത്രങ്ങൾ, എംബ്രോയ്ഡറി എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. Even then, there were several women who had adorned higher political and social position. എന്താണ് പറയുന്നത്? അപ്പോഴും ഉയർന്ന രാഷ്ട്രീയവും സാമൂഹ്യ സ്ഥാനം അലങ്കരിച്ചിരുന്ന നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? നൂർജഹാൻ. ആരാണ് നൂർജഹാൻ? ദ വൈഫ് ഓഫ് മുഗൾ എംപറർ ജഹാംഗീർ. അതായത് മുഗൾ എംപറർ ആയിരുന്ന ജഹാംഗീറിന്റെ ഭാര്യ ആരാണ്? നൂർജഹാൻ. ആൻഡ് സുൽത്താന റസിയ വെയർ എക്സലന്റ് അഡ്മിനിസ്ട്രേറ്റർ ഗുൽബാദൻ ബീഗം. അതായത് ഗുൽബാദൻ ബീഗം ആരാണ്? ഹുമയൂണിൻ്റെ സഹോദരി, സിസ്റ്റർ ഓഫ് ഹുമയൂൺ. പിന്നെ എന്താണ് അടുത്ത ആരാണ്? ജഹനാര, ഡോട്ടർ ഓഫ് ഷാജഹാൻ. ആൻഡ് ജീജാബായി, ദ മദർ ഓഫ് ശിവജി. ആൻഡ് വെയർ വുമൺ ഹു ഹെൽഡ് ഹയർ പൊസിഷൻ. എന്നിവരായിരുന്നു ഉന്നത പദവികൾ വഹിച്ചിരുന്നത്. ഒന്നോടെ പറയാം. ഈവൻ ദെൻ there were several women who had adorned higher political and social position. Nurjahan, the wife of the Mughal emperor Jahangir, and Sultana Razia were excellent administrator Gulbadan Begum, sister of Humayun. Jahanara, Shahjahan, daughter of Shahjahan, and Jijabai, the mother of Shivaji, were women who held higher position. അതായത് ഒന്നുകൂടെ പറയണോ? അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയണോ? അതായത് അപ്പോഴും ഉയർന്ന രാഷ്ട്രീയ സാമൂഹ്യ സ്ഥാനം അലങ്കരിച്ചിരുന്ന നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ഭാര്യ നൂർജഹാനും സുൽത്താന റസിയയും മികച്ച ഭരണാധികാരികൾ ആയിരുന്നു. പിന്നെ ആരൊക്കെയാണ്? ഗുൽബദൻ ബീഗം, ഹുമയൂണിന്റെ സഹോദരി, ജഹനാര, ഷാജഹാന്റെ മകൾ, ജീജാബായി, ശിവജിയുടെ അമ്മ എന്നിവരായിരുന്നു ഉന്നത പദവികൾ വഹിച്ചിരുന്നത്. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പം ഇതുകൊണ്ട് ലെറ്റേഴ്സ് സക്സസ് ചാപ്റ്റർ 5 ഹിസ്റ്ററി 9ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 5ൻ്റെ ലെറ്റേഴ്സ് സക്സസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ മനസ്സിലാഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻ്റായിട്ട് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നതിന് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട്. അതെനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ കമൻറ്റും കാണുന്നുണ്ട്. ചില കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ദ കമൻറ്റ്സ് നോ ലോങ്ങർ അവൈലബിൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വരികയാണ്. പക്ഷേ ആ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനങ്ങനെ ചെയ്യാത്തതിലൊന്നും തോന്നണ്ട. അതെനിക്ക് ആ ഒരു ചില കമ്പനിയിൽ മാത്രം അങ്ങനെ വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് റിപ്ലൈ കൊടുക്കാത്തത് കേട്ടോ. അങ്ങനെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ റിപ്ലൈ തരാത്തത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് എത്തിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.